കുറഞ്ഞതൊരു 6-7 പേരെങ്കിലും എന്നോട് ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുന്നിടത്ത് വഴിയിൽ കുംഭമേളയ്ക്ക് പോയോ, പോയില്ലെങ്കിൽ എന്തോ ഒരു കുറച്ചിലാണെന്നുള്ള ധ്വനിയിൽ ചോദിക്കുക. ഞാനും അതിശയിച്ചു പോയി. ഞാൻ പിന്നെ വളരെ കാലം മുമ്പ് തന്നെ ഇവിടെ എല്ലാം ഈ വാരാണസി, അന്ന് പ്രയാഗ്രാജില്ല, അലഹബാദാണ്. ഇന്ന് അലഹബാദ് എന്നുള്ള പേര് ഏകദേശം മാഞ്ഞു കഴിഞ്ഞു, പ്രയാഗ്രാജ്. അപ്പോൾ അന്ന് അലഹബാദാണ്. അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട്, ത്രിവേണി സംഗമം ഇതൊക്കെ. പൊതുവേ കേരളത്തിൽ നിന്ന് ഈ കുംഭമേളയ്ക്ക് പോകുന്ന ഏർപ്പാട് കുറവായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നതാണ്. കേരളത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോയിട്ട് ആശ്ചര്യം കൊണ്ട് അത്ഭുതം കൂടിപ്പോയ ഒരാളാണ് സക്കറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് കുംഭമേളയെപ്പറ്റി. ഒരുപക്ഷെ ഒരു ഹിന്ദു എഴുതി കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ട് വരില്ല, ആ രീതിയിൽ ത്രസിപ്പിക്കുന്ന ഭാഷയിൽ സക്കറിയ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സക്കറിയയ്ക്ക് സംഭവിച്ച ഒരു മാനസിക മാറ്റം, കുറേ നേരത്തേക്കെങ്കിലും, കുറേ ദിവസങ്ങൾക്കെങ്കിലും, ഇതൊക്കെയാണ് കുംഭമേള. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും കേരളത്തിൽ നിന്ന് കുംഭമേളയ്ക്ക് പോവുക എന്നുള്ളത് ഒരു പതിവൊന്നും അല്ല, അത്ര ഒരു കാച്ചിയല്ല. നമ്മളുടെ തീർത്ഥാടനം പ്രധാനമായിട്ടും ശബരിമലയാണ്. ഈ തീർത്ഥാടനം എന്നുള്ള വാക്ക് കാഷ്വലായിട്ടാണ് പലരും ഉപയോഗിക്കാറുള്ളത്. തീർത്ഥം ഉള്ള സ്ഥലത്തേക്കാണ് തീർത്ഥാടനം. ഇപ്പോൾ കുംഭമേളയ്ക്ക് പോകുന്നു, അവിടെ അമ്പലമേതാ, പ്രത്യേകിച്ചൊരു അമ്പലമില്ല. അഥവാ അവിടെ ഏതെങ്കിലും അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ആൾക്കാർ കയറുകയും ചെയ്യും. ഗംഗയാണ് പ്രധാനം. ഗംഗ, യമുന, സരസ്വതി, ഇതിൻ്റെ സംഗമസ്ഥാനം. അവിടെ പോയി മുങ്ങുന്നു. ഇതാണ് ആ തീർത്ഥാടനം, യഥാർത്ഥ തീർത്ഥാടനം. അത് ഏതെങ്കിലും ഭഗവാനെ തൊഴാനായിട്ടല്ല, തീർത്ഥത്തിൽ മുങ്ങാനായിട്ടാണ്.